നമ്മുടെ ഏറനാട് നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അബ്ദുള്ളക്കുട്ടി സാഹിബ്, സ്വാഗത പ്രസംഗം നടത്തിയ കൺവീനർ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഗഫൂർ കുർമാടൻ, ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഒരു വിശേഷണത്തിൻ്റെ, ഒരു മുഖവുരയുടെ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ ഉദ്ഘാടകൻ തങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ബഷീർ സാഹിബ് അധ്യക്ഷവേദിയിൽ ഈ നിയമസഭാ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഞാനും തങ്ങളും മാത്രമേ ഈ നിയമസഭാ മണ്ഡലത്തിന് പുറത്തുള്ള ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാവരും ഈ നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട UDFൻ്റെ നേതാക്കന്മാരാണ്. സദസ്സിലിരിക്കുന്ന ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിന്ന് എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പഴുതടച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് തങ്ങൾ ഇവിടെ നിർവഹിച്ചത്. ഇനിയിവിടെ ഷാഫി പറമ്പിലും ആര്യാടൻ ഷൗക്കത്തും അനിൽകുമാറുമൊക്കെ വരാനിരിക്കുകയാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഇത് ഏറനാട് നിയമസഭാ മണ്ഡലമാണ്. ഏകദേശം 2 ലക്ഷം വോട്ടർമാരുള്ള ഒരു നിയമസഭാ മണ്ഡലം 213 ബൂത്തുകളിലായി വ്യാപിച്ച് കിടക്കുകയാണ്. 2 ലക്ഷം വോട്ടർമാർ. 2 ലക്ഷത്തിന് ലേശം കൂടി കൂടും. കാരണം നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരെ ചേർത്ത വോട്ടർമാരുടെ കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലില്ല. അതുകൂടി വന്നു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൽ കുറച്ചുകൂടി വോട്ട് കൂടും. 213 ബൂത്തുകളാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന 159 ബൂത്തുകളാണ്. 54 ബൂത്തുകൾ ഇവിടെ കൂടി. പുതുതായിട്ട് 54 ബൂത്തുകൾ കൂടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ പോളിംഗ് ശതമാനം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. കാരണം വോട്ടേഴ്സ് ലിസ്റ്റ് ഇപ്പോൾ SIRന് ശേഷം നമ്മുടെ വോട്ടർ ലിസ്റ്റൊക്കെ നന്നായിട്ട് ശുദ്ധീകരിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ആൾക്കാർ, മരണപ്പെട്ടു പോയ ആൾക്കാർ, കൊല്ലങ്ങളായിട്ട് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അഴിഞ്ഞുകൂട്ടിയിരുന്ന ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല പോളിംഗ് ശതമാനം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറനാട് നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഇവിടെ തങ്ങൾ തന്നെ സൂചിപ്പിച്ചപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഇവിടെ മത്സരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട PK ബഷീർ സാഹിബാണ്. നമ്മുടെ പ്രിയങ്കരനായിരുന്ന സീതി ഹാജിയുടെ സീമന്തപുത്രൻ, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കട്ടെ. അപ്പം ഞാൻ 2 ടേബിളായിട്ട് ഞാൻ നിയമസഭാ സാമാജികനായിരുന്നു. ഇപ്പം ഈ നിയമസഭക്കകത്തും പുറത്തും പ്രിയപ്പെട്ട ബഷീർ സാഹിബ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നിങ്ങൾ ഈ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ, സംസ്ഥാനത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കും. ഞാൻ പലപ്പോഴായി ഏറനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പാർട്ടി പരിപാടിയിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും നിങ്ങളതൊരു താരതമ്യ പഠനത്തിന് തയ്യാറാവി. ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന നിയമസഭാ മണ്ഡലം ഏറനാടാണ് എന്ന് പറയുന്നതിൽ ആർക്കും ഒരു മടിയുമില്ല. ഞാൻ കൃത്യമായി കണക്ക് വെച്ചിട്ട് സംസാരിക്കുകയാണ്.
കാരണം ഒരു പ്രതിപക്ഷ MLA ആണെങ്കിൽ പോലും ഭരണകക്ഷിയിലെ എല്ലാ മന്ത്രിമാരെയും സ്വാധീനിച്ച് സെൻട്രൽ ഗവൺമെന്റിനെ സ്വാധീനിച്ച് കിട്ടാവുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന പരമാർത്ഥമാണ്. ഏത് പഞ്ചായത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ സെക്ടറിൽ നമുക്ക് ലഭ്യമാവേണ്ട വികസന പ്രവർത്തനങ്ങൾ യഥാസമയം ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി കണിശതയോടുകൂടി കാര്യങ്ങൾ നീക്കിയിരുന്നൊരു നിയമസഭാ സാമാജികൻ. ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനും കൂടി പറഞ്ഞാൽ ചിലപ്പോൾ PKB പുറത്തേക്ക് പോകും. അത് വേണ്ടായിരിച്ചിട്ടാണ്. തങ്ങൾ തന്നെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളിൽ ബഷീർ കാണിക്കുന്ന ഒരു കണിശത, സൂക്ഷ്മത, അത് ഞങ്ങളൊക്കെ തന്നെ അതിശയിപ്പിക്കുന്നതാണ്. ആ തരത്തിൽ ഈ നിയമസഭാ മണ്ഡലത്തിനെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ പിന്നെ നിങ്ങൾ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആപാലപ്രതി ഞാൻ പറഞ്ഞില്ല, അഷ്ടദിക്കുകളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രവർത്തകന്മാരാണ്. വളരെ ഒരു ഷോർട്ട് നോട്ടീസിലാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഗഫൂർ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ച് ഞങ്ങൾക്ക് അറിയാതെ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഇവിടെ വരുന്നത് ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ PKB ഉണ്ട്, സ്ഥാനാർത്ഥിയുണ്ട്, UDF ഉണ്ട്. നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. വെറും നിയമസഭാ സാമാജികനല്ല, ഗവൺമെന്റിന്റെ ഫണ്ടിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിവിടെ ക്യാൻസർ സെന്റർ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഓരോ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു വലിയ അംഗീകാരമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇവിടെ വന്ന് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യത്തിൽ. ഇതൊന്നും അതിശയോക്തിപരമായി പറയുന്ന കാര്യങ്ങളല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പറയണം. തങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കൊക്കെ എന്തെങ്കിലും പറയാം. PKBനെ പോലെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ വളരെ നല്ല രീതിയിൽ നിയമസഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങളെയും നെഞ്ചേറ്റിയ ഒരു നിയമസഭാ സാമാജികനാണ് PK ബഷീർ. ഇവിടെ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും തർക്കമല്ല. നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണം. അതാണ് തങ്ങളിവിടെ സൂചിപ്പിച്ചത്. നിങ്ങൾ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഈ നിയമസഭാ മണ്ഡലത്തിൽ ഏകദേശം 59,000 വോട്ടാണ്. 59,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഏറനാട് നിയമസഭാ മണ്ഡലം കൊടുത്തു. ആ 59,000 വോട്ട് ഏതാ വോട്ട്? അത് ആന്റി മാർക്സിസ്റ്റ്, ആന്റി BJP വോട്ടാണ്. അതേ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടല്ലോ. അതിനുശേഷം വീണ്ടും നമ്മൾ കുറേ വോട്ടർമാരൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചു നമ്മുടെ ടീം UDF ഒന്ന് നന്നായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഇല്ലെങ്കിലും അതിനോടൊപ്പം എത്തിക്കുവാൻ ഏറനാട് നിയമസഭാ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വിചാരിച്ചാൽ നടക്കും. നമ്മളൊരു പ്രതിജ്ഞ എടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കാൻ പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തീർത്ത് പറയാൻ സാധിക്കും, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമ്മുടെ പ്രവർത്തനം, ടീം UDFന്റെ പ്രവർത്തനം, തങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ UDFന്റെ നേതാക്കന്മാർക്കും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആഫീസ് കേന്ദ്രീകരിച്ചും DCC ആഫീസ് കേന്ദ്രീകരിച്ചും മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി വളരെ പെട്ടെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയെ താഴത്തേക്ക് ഇറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ പറഞ്ഞു, വാർത്താ മാധ്യമ പ്രതിനിധിയോട് ഞങ്ങൾ തന്നെ പറഞ്ഞു, ഇവിടെ KT അഷ്റഫും ഗഫൂറും സഫറും ഒക്കെ ഇരിക്കണ്ടല്ലോ. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞു വന്നപ്പോൾ ചാനലുകാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ ജില്ല ഞങ്ങൾ തൂത്തുവാരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജില്ല ഞങ്ങൾ തൂത്തുവാരും. തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പാണ് പറയണത്. ഞങ്ങൾ ഗ്രൗണ്ടിലെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പറയണത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കി. 94 പഞ്ചായത്തിൽ 90 പഞ്ചായത്തും ചരിത്ര വിജയല്ലേ നമ്മൾ നേടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 94, 96 നമ്മൾ നേടി. ജില്ലാ പഞ്ചായത്തിൽ 33 ഡിവിഷനാണ്. 33 ഡിവിഷനിൽ 33 ഡിവിഷനും നമ്മൾ ജയിച്ചു. പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്ത്. 15 ബ്ലോക്ക് പഞ്ചായത്താണ് ജില്ലയിലുള്ളത്.
ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് നറുക്കെടുപ്പിലൂടെ LDF കിട്ടിയത്. 12 മുനിസിപ്പാലിറ്റി, ഒരു മുനിസിപ്പാലിറ്റി നമ്മുടെ ഇടതുപക്ഷത്ത് ഒതുക്കി. എങ്ങനെ നമുക്ക് നേടാൻ സാധിച്ചത്? നമ്മുടെ ശക്തമായ പ്രവർത്തനം, പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ ജയിക്കുകയാണ്. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെങ്കിലും നിലമ്പൂരാണെങ്കിലും ഒക്കെ വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലേ? ഇപ്രാവശ്യവും ഞാൻ നിങ്ങളൊക്കെ സാക്ഷി നിർത്തി, തങ്ങളടക്കം സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ പുതുയുഗയാത്ര വന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര, അത് എൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ വള്ളിക്കുന്നിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ പോയിരുന്നു. ഇവിടെയും ഞാൻ വന്നിരുന്നു. അന്ന് വള്ളിക്കുന്നിൽ വെച്ചിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എല്ലാ സമയത്തും പറയും 100+ സീറ്റ് ഞങ്ങൾ നേടും, 100ന്റെ പുറത്ത് സീറ്റ് നമ്മൾ നേടും. ഞാൻ വള്ളിക്കുന്ന് എൻ്റെ സ്റ്റേജ് അവിടെയുള്ള പുതിയുഗ യാത്രയ്ക്ക് ഒരുക്കിയ സ്റ്റേജിൽ വെച്ച് ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, 84 സീറ്റ് നിങ്ങൾ മലപ്പുറം ജില്ലക്ക് പുറത്തുണ്ടാക്കിക്കോളി. 84 സീറ്റ് നിങ്ങൾ മലപ്പുറം ജില്ലക്ക് പുറത്തുണ്ടാക്കിക്കോളി. 16 സീറ്റ് ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് തരുമെന്ന് ഞാൻ അവിടെ വെച്ച് ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. അത് പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഈ ജില്ലയിൽ 16 സീറ്റിലും നമ്മൾ ജയിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടാണ് ഈ സ്റ്റേജിൽ വെച്ചിട്ട് പറയുന്നത്. ഇപ്പൊ താനൂരിലുണ്ടായിരുന്നു നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ മന്ത്രി. 10 കൊല്ലമായിട്ട് അവിടുത്തെ നിയമസഭാ സാമാജികനാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ താനൂരിലായിരുന്നു. ഞാൻ ആ തീരദേശ മേഖലയിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ, MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസാണ് അവിടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഫീൽഡ് വർക്കിന് പോയി. ഞാൻ തീരദേശ മേഖലയിലൂടെ പോയത്. നിങ്ങൾ അവിടെ ചെല്ലണം. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന മത്സ്യത്തൊഴിലാളികൾ, പാവങ്ങൾ, പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് ഞാൻ പറഞ്ഞില്ലേ വറുതിയും പട്ടിണിയുമാണ് അവിടെ. ആ തീരദേശ മേഖല മൊത്തത്തിൽ കണ്ടാൽ തന്നെ ഇവിടെ ഒരു മന്ത്രി പ്രതിദാനം ചെയ്തൊരു നിയമസഭാ മണ്ഡലമാണല്ലോ ഇത് എന്ന് നമ്മൾ അതിശയിച്ചു പോകും. ഞാനൊരു തീരദേശ മേഖലയിൽ MLA ആയിരുന്നു, നിങ്ങൾക്കറിയാലോ. വള്ളിക്കുന്ന്, ആനങ്ങാടി മുതൽ കടലുണ്ടി നഗരം വരെ തീരദേശം. നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കി. ഈ മന്ത്രിയായിട്ട് പോലും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ഇട്ടുകൂടി. താനൂരിൽ നിന്ന് അദ്ദേഹം യാത്ര പറഞ്ഞ് തിരൂരിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അവിടെ വെച്ച് നമുക്ക് കാണാം, തിരൂരിൽ വെച്ച് അവിടെ വെച്ച് കാണാം. ഞാൻ തന്നെ പറഞ്ഞു, ഈ പ്രാവശ്യം ഇതാ ഇവരൊക്കെ സാക്ഷിയാണ്. ഞാൻ പറയുമ്പോൾ ഇവരൊക്കെ സാക്ഷിയാണ്. ഞാൻ പറഞ്ഞു ചാനലുകാരോട്, ഈ പ്രാവശ്യം മന്ത്രി അബ്ദുറഹ്മാനും KT ജലീലും നിയമസഭ കാണില്ല എന്ന് ഞാനവിടെ പറയണ്ടായി. ഞാൻ ചേട്ടൻ പറഞ്ഞതാണത്. അതൊക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ്. കാരണം ടീം UDF വളരെ ശക്തമായി പ്രചരണ പ്രവർത്തന രംഗത്തിറങ്ങി. 140 നിയമസഭാ മണ്ഡലം. ആദ്യമൊക്കെ നമുക്ക് ലേശം ബേജാറൊക്കെ ഉണ്ടായിരുന്നു. ചില പടലപ്പിണക്കങ്ങളും ചില അഭിപ്രായ വ്യത്യാസം കേട്ടപ്പോൾ നമുക്ക് മനസ്സിന് വലിയ ബേജാറുണ്ടായിരുന്നു. കാരണം ഈ ഗവൺമെൻറ് നമ്മൾ യാത്രയപ്പ് കൊടുക്കണം, തങ്ങൾ പറഞ്ഞല്ലോ യാത്രയപ്പ് കൊടുക്കുകയാണ്. ആബാലവൃദ്ധ ജനങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയിരിക്കാതെ പറഞ്ഞാൽ, ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഏറനാട് നിയമസഭാ മണ്ഡലത്തിനെ സംബന്ധിച്ച് നന്നായി അറിയുന്ന ഒരാളെ എന്നുള്ള നിലക്ക്, നിങ്ങളുടെ ജനപ്രതി ബഷീറുമായിട്ട് നല്ല അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ആളെ എന്നുള്ള നിലയ്ക്ക്, ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും സന്തോഷപൂർവ്വം നോക്കിക്കാണുന്ന ഒരാളെ എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭൂരിപക്ഷം നമുക്ക് വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഭൂരിപക്ഷം 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഏറനാട്. ഞാൻ പറഞ്ഞല്ലോ 59,000 വോട്ട് നിങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടേക്കാണ്ട് എത്താൻ സാധിക്കുന്ന ഒരു വലിയൊരു തമ്പിങ് മെജോറിറ്റി ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. എല്ലാ പഞ്ചായത്തും നിങ്ങൾ അധികത്തിൽ വന്നു. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള പ്രതിനിധികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വേറെ പണിയില്ല. നിങ്ങളിപ്പോൾ നല്ല ക്ലീൻ ഇമേജിനാണ് ഇപ്പോൾ എല്ലാ മെമ്പർമാരും. കാരണം നിങ്ങളെ പൂർണ്ണമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു ക്ലീൻ ഇമേജ് നിങ്ങൾക്ക് ഉണ്ട്. വനിതകളാണെങ്കിലും നമ്മുടെ പുരുഷന്മാരാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് മുതൽ താഴെ തട്ടിലുള്ള പഞ്ചായത്ത് എല്ലാ മെമ്പർമാരും ഒന്ന് ഫീൽഡ് ചെയ്യുക. എല്ലാവരും ഫീൽഡ് ചെയ്യുക. നേതാക്കന്മാരില്ല,
എല്ലാ നേതാക്കന്മാരും താഴത്തേക്ക് ഇറങ്ങുക. ഈ ബൂത്തുകളിലൊക്കെ തന്നെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്ഭുതം സൃഷ്ടിക്കും ഏറനാട് മണ്ഡലം എന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് എൻ്റെ എല്ലാ സഹപ്രവർത്തകന്മാരും, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വളരെ നന്നായിട്ട് തങ്ങൾ പറഞ്ഞു പങ്കെടുത്ത കൺവെൻഷനിൽ ഏറ്റവും നല്ല കൺവെൻഷൻ തങ്ങൾ തന്നെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക്, ഞാൻ പറയാം, ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന കേരളത്തിൽ നിഖില മേഖലകളിലും വലിയ തോതിലുള്ള പുരോഗതി കൈവരിക്കാൻ പോവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലേക്ക് നമ്മൾ കേരളം പോകാൻ പോവുകയാണ്. ഐക്യ ജനാധിപത്യം ആ തരത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ടീം UDF അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അഹമഹമികയ വളരെ സജീവമായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ അണിനിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി PK ബഷീറിനെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്നെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് UDF.